ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം 2024 ഡിസംബർ മാസം 20-ാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ്. പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടുകൂടി കേൾക്കുക. 27 നക്ഷത്ര ജാതകർക്കും നവഗ്രഹങ്ങൾ വെള്ളിയാഴ്ച ദിവസം നൽകുന്ന ജീവിതാനുഭവങ്ങളെക്കുറിച്ച് പ്രവചിച്ച് പറയുന്നതാണ് ഈ വീഡിയോ. അത് പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ജീവിതാനുഭവങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അറിയാം. ജ്യോതിഷ വിശ്വാസികൾ മാത്രം ഇത് ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറയാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽനാളുകാർക്ക് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശുക്രൻ 10-ാം ഭാവത്തിൽ നിൽക്കുന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ്. ചന്ദ്രൻ 5-ാം ഭാവത്തിൽ നിൽക്കുന്നു. സൂര്യൻ 9-ാം ഭാവത്തിൽ നിൽക്കുന്നു. നല്ല ഒരു ഗ്രഹനിലയാണ്. കേന്ദ്രഭാവത്തിലും ത്രികോണഭാവങ്ങളിലുമായിട്ട് 3 ഗ്രഹങ്ങൾ അവർക്ക് വേണ്ടിയതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നു. അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ കുജൻ ബലം പ്രാപിച്ച് ചക്രവർത്തി രാജയോഗം ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ അനുകൂലമായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിയാമല്ലോ. സർവ്വവിധ ഐശ്വര്യങ്ങളും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. വാഹന ഭാഗ്യം വന്നു ചേരുന്നൊരു ദിവസമാണ്. പിതാവിൽ നിന്ന് ധനം വന്നു ചേരുന്ന ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും വസ്ത്ര വ്യാപാര മേഖലകളിൽ അതുപോലെ തന്നെ ആഭരണ മേഖലകളിലൊക്കെ ഉള്ളവർക്കും കലാകാരന്മാർക്കും ഒക്കെ അനുകൂലമായൊരു ദിവസമാണ്. നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. മാതാവിന് അനുകൂലമായൊരു ദിവസമാണ്. പിതാവിനും അനുകൂലമായ ദിവസമാണ്. എല്ലാം കൊണ്ടും നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരൻ 2 പാദം നാളുകാർക്ക് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശുക്രൻ 9-ാം ഭാവത്തിൽ നിൽക്കുന്നൊരു ദിവസമാണ്. ജനങ്ങളാൽ അറിയപ്പെടുവാൻ സാധ്യതയുള്ള ദിവസമാണ്. മിക്കവരിലും ഭാഗ്യം വന്നു ചേരുന്നൊരു ദിവസമാണ്. സകല ഭാഗ്യങ്ങളും സ്വയം നേടുന്നൊരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. നല്ല ആരോഗ്യമുള്ളൊരു ദിവസം, ശരീര ശുചിത്വം ഉണ്ടാകുന്നൊരു ദിവസം, അങ്ങനെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്ന് പറയുന്നു. ധനം ധാരാളമായിട്ട് കയ്യിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. സൽഭാര്യ, പുത്രഗുണമൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. ധർമ്മം വെച്ച് പുലർത്തുന്ന ദിവസമാണ്. സഹോദരങ്ങളെ സ്നേഹിക്കുന്ന ദിവസമാണ്. പിതാവ് വഴിയുള്ള സഹായം ലഭിക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സാധ്യത ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടവും മറ്റു കാര്യങ്ങളെല്ലാം അനുകൂലമായാലും ചിലരുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവിനും ഏതെങ്കിലും വിധത്തിലുള്ള രോഗ, ദുഃഖ, ദുരിത പ്രയാസങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ളത് മറ്റുള്ള കാര്യങ്ങളെല്ലാം അനുകൂലമായൊരു ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരൻ 2 പാദം, തിരുവാതിര, പുണർത, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് കുടുംബസുഖത്തിൽ കുറവ് വരും. ധനപരമായ നേട്ടം കാര്യമായി ഉണ്ടാകണമെന്നില്ല. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, തൊഴിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അവർക്ക് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം അഷ്ടമത്തിൽ നിൽക്കുന്നത് കൊണ്ട് ജനിച്ച സമയത്ത് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം അനുകൂലമായൊരു ഗ്രഹമാണെങ്കിൽ അവർക്ക് നല്ല ആരോഗ്യവും അതുപോലെ തന്നെ സമ്പത്തും പ്രതാവും ഐശ്വര്യമൊക്കെ വന്നിരുന്നൊരു ദിവസമാണ്. പക്ഷെങ്കിൽ പറയുന്ന വാക്കിന് നേരോ നിറയോ ഉണ്ടാകണമെന്നില്ല. സത്യം മറച്ചു വെച്ച് കള്ളം പറയുമെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. ഞാൻ പറയുന്നതല്ല, ജ്യോതിഷം അങ്ങനെയാണ് പറയുന്നത്. അഷ്ടമത്തിൽ ശുക്രൻ നിന്നാൽ ജാതകർ പറയുന്ന കാര്യത്തിൽ കൃത്യനിഷ്ഠത കാണിക്കത്തില്ല, അല്ലെങ്കിൽ നേരും നിറയുമില്ല. സത്യം മറച്ചു വെച്ച് പറയേണ്ട സാഹചര്യം അവരിൽ വന്നു ചേരും. അവർക്ക് നിലനിൽപ്പിന് വേണ്ടിയൊക്കെ ആയിരിക്കും അങ്ങനെ പറയുന്നത്. അങ്ങനെയൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അത്ര അനുകൂലമായൊരു ദിവസമല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. കാരണം ഗ്രഹനില നോക്കുമ്പോൾ 7-ൽ സൂര്യൻ നിൽക്കുന്നു, നല്ലതല്ല. അഷ്ടമത്തിൽ ശുക്രൻ നിൽക്കുന്നു. സമ്പത്തും പ്രതാവും ഐശ്വര്യമൊക്കെ വന്നു ചേർന്നാൽ പോലും നിലനിൽപ്പിന് വേണ്ടി കള്ളം പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക. 12-ൽ വ്യാഴം നിൽക്കുന്നു, അത്ര നല്ലതല്ല. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ജാതകർ ധനം ചിലവാക്കി ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു സാഹചര്യമാണ്. തൊഴിൽ പ്രതിസന്ധി ഉണ്ടാകുന്നൊരു സമയമാണ്. അതൊരു വിഷയമാണ്. പിന്നെ 2-ൽ ചൊവ്വ നിൽക്കുന്നു. കുടുംബസുഖം കാര്യമായി ഉണ്ടാകണമെന്നില്ല. ധനനേട്ടം ഉണ്ടാകണമെന്നില്ല. കുടുംബത്തിൻ്റെതായ കാര്യങ്ങളിലൊന്നും തൃപ്തികരമായ അനുഭവം ഉണ്ടാകണമെന്നില്ല. അതുപോലെ തന്നെ അവർക്ക് 3-ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള നേട്ടങ്ങൾ കൊടുത്താൽ സുഹൃത്തുക്കൾ, സഹോദരൻ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അങ്ങനെ ചന്ദ്രൻ ഇവർക്ക് തൊഴിൽ ഗുണവും ദാമ്പത്യ ജീവിത വിജയവും കൊടുക്കുന്നവരുണ്ട്. അത് ജനിച്ച സമയത്ത് ചന്ദ്രൻ അനുകൂല ഗ്രഹമാണെങ്കിൽ അവർക്ക് അതിൻ്റെതായ നേട്ടങ്ങൾ വന്നു ചേരും. അപ്പോൾ അതാണ് ചിലപ്പോൾ ഇങ്ങനെ ആൾക്കാർ പറയും, ഈ പറയുന്ന കാര്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല, പറയുന്നത് കള്ളമാണെന്ന് പറയും. പക്ഷേ അങ്ങനെയല്ല. ഏതെങ്കിലും 2-3 ഗ്രഹങ്ങൾ, 9 ഗ്രഹങ്ങളുണ്ടല്ലോ, 2-3 ഗ്രഹങ്ങൾ കൂടുതൽ ദോഷം ചെയ്താലും ചില ഗ്രഹങ്ങൾ അതിനെക്കാട്ടും കൂടുതൽ ചിലർക്ക് നന്മ ചെയ്യും. അങ്ങനെയാണ് മനുഷ്യജീവിതം മുമ്പോട്ട് പോകുന്നത്.
അപ്പോൾ ചിലർക്ക് ജീവിതത്തിൽ കൂടുതൽ ആൾക്കാർക്ക് നാളത്തെ ദിവസം പ്രതിസന്ധി തന്നെയാണ് വന്നു ചേരാൻ സാധ്യതയുള്ളൂ. എന്നാൽ ചിലർക്കൊക്കെ ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ടോ ചന്ദ്രൻ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടോ നേട്ടങ്ങൾ തന്നെ വന്നു ചേരുമെന്നുള്ളത് അറിഞ്ഞുള്ളൂ. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതംകാല ഭൂയം ആളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശുക്രൻ 7ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 7ാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ 7ാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ ആ കുട്ടിയുടെ ദാമ്പത്യ ജീവിതം വിവാഹ സമയത്ത് സുന്ദരനായ ഒരു പെൺകുട്ടിയാണെങ്കിൽ സുന്ദരനായ ഭർത്താവിനെ കിട്ടും, ആൺകുട്ടിയാണെങ്കിൽ സുന്ദരിയായ ഭാര്യയെ കിട്ടും എന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷേങ്കിൽ ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹമായിരിക്കും. കലകളിലൊക്കെ അവർക്ക് വളരെ വൈദഗ്ധ്യം ഉണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടായാലും അമിതമായ സ്നേഹം അവർ തമ്മിൽ ഉണ്ടായാൽ പോലും അവർ രണ്ടും അടിച്ചു പിരിയുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതാണ് 7ൽ ശുക്രൻ നിന്നാലുള്ള വിഷയം. അതുപോലെ തന്നെ മറ്റൊരു വിഷയമുണ്ട്. 7ലെ ശുക്രൻ നിൽക്കുമ്പോൾ അതിൻ്റെ ഇരുപുറവും പാപഗ്രഹങ്ങൾ നിന്നാൽ അവർ ഈ ഭാര്യമാർ ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെടുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. ഭാര്യമാരാണ് അകപ്പെടുന്നത്, ഭർത്താക്കന്മാരല്ല, ഭാര്യമാർ. അപ്പോൾ 7ൽ ശുക്രൻ നിന്നാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര സ്നേഹമാവും, അവർ ഭയങ്കര പ്രത്യേക രീതിയിലൊക്കെ ജീവിക്കും. പക്ഷെങ്കിൽ അത് അടിച്ചു പിരിയുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഭർത്തൃസുഖം കൂടുതൽ കിട്ടുമെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അവർ പിന്നീട് അടിച്ചു പിരിയും എന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ മറ്റൊരു വിഷയമുണ്ട്. ശുക്രൻ 7ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഇരുപുറവും പാപഗ്രഹങ്ങൾ നിന്നാൽ, ഇപ്പോഴത്തെ ഗ്രഹനില പ്രകാരം ഒരു വശത്ത് ശനി നിൽക്കുന്നു, ഒരു വശത്ത് സൂര്യൻ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള ഗ്രഹസ്ഥിതി വരുമ്പോൾ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്ത്രീകളായിട്ടുള്ള അല്ലെങ്കിൽ ഭാര്യമാർ അവരുടെ ജീവിതത്തിൽ ഭർത്താവ് അറിയാതെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പൊങ്ങി വരികയും അതിനെ ചോദ്യവും പറച്ചിലുമൊക്കെ ആവുകയും മരണഭീതി അവരിൽ ഉണ്ടാവുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ അതാണ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നത്. അപ്പോൾ കർക്കിടകക്കൂറിൽപ്പെട്ട പുരുഷജാതകരുടെ ഭാര്യമാർ മരണഭീതിയിൽ കഴിയുന്നൊരു സമയമാണ്. ഈ ശുക്രൻ ഈ മകരൻ രാശി വിട്ട് ഇനി കുംഭൻ രാശിയിലേക്ക് പോകുന്നോടം വരെ അങ്ങനെ ഒരു ഭീതി അവരിലുണ്ടാകും. എല്ലാവരിലും ഉണ്ടാകണമെന്നില്ല, ചിലരൊക്കെ ഉണ്ടാകും. കാരണം പണം തിരിമറി നടത്തും, അല്ലെങ്കിൽ പണം എടുത്ത് മറ്റൊരാൾക്ക് വായ്പ കൊടുക്കും, ഭർത്താവ് അറിയാതെ പല കാര്യങ്ങളും ചെയ്യും. ഇതൊക്കെ പിടിക്കപ്പെടുമെന്നുള്ളൊരു പേടി ഉണ്ടാകുന്നൊരു സമയമാണ്. ചിലർ പിടിക്കപ്പെടുവാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് ഈ കർക്കിടകക്കൂറുകാർ മനസ്സിലാക്കുക, ഇത് സമയദോഷം കൊണ്ടൊക്കെ വന്ന് പോകുന്ന കാര്യമാണ്. നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാകണം. ക്ഷമയോടുകൂടി ഭാര്യയുമായി സഹകരിച്ച് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ വിഷയം പരിഹരിച്ച് നല്ല രീതിയിൽ ഒരു കുടുംബജീവിതം മുമ്പോട്ട് പോകാൻ ശ്രമിക്കണം. ഗ്രഹങ്ങൾ കൊടുക്കുന്ന ദോഷം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ മനുഷ്യജീവിതത്തിൽ സംഭവിക്കുന്ന. ആർക്കും തെറ്റ് ചെയ്ത് ജീവിക്കണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ മനുഷ്യൻ്റെ സാഹചര്യമാണ് അങ്ങനെ ഒരു ഇതിലേക്ക് എത്തിച്ചേർക്കുന്നത്. അതുകൊണ്ട് അത് ക്ഷമിക്കാനുള്ളൊരു മനസ്സ് കാണിക്കണം. ഇപ്പോൾ ഇത് രൂക്ഷമായി വന്നു നിൽക്കുന്നൊരു സമയമാണ്. പല കുടുംബങ്ങളിലും ഇതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയമാണെന്നുള്ളത് അറിയാവുന്ന കാര്യമാണ്. ഞാനൊരു ജ്യോതിഷപരമായിട്ടാണ് പറയുന്നത്, പക്ഷേ ഇത് പല കുടുംബങ്ങളിലും നടക്കുന്ന സംഭവമാണ്. അതായത് ജ്യോതിഷാചാര്യന്മാർ എഴുതി വച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന ഗ്രഹങ്ങൾ ഇന്ന രാശിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അപ്പുറം ഇന്ന ഗ്രഹങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഇന്നത് സംഭവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപ്രകാരമാണ് ഇത് പ്രവചിച്ച് പറയുന്നത്. അപ്പോൾ അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. അങ്ങനെ ഏതെങ്കിലും വിഷയത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ അവരുടെ പ്രശ്നം സോൾവ് ചെയ്ത് നല്ലൊരു ജീവിതത്തിലേക്ക് അവരെ തിരികെ കൊണ്ടുവരുവാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ഇപ്പം കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ കർക്കിടകക്കൂറുകാർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ്. കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമുണ്ട്, തൊഴിൽ ഗുണമുണ്ട്, എല്ലാ കാര്യങ്ങളും അനുകൂലമായി നിൽക്കുന്നു ഇപ്പോൾ. എന്നാൽ ഇവർക്ക് ഈ ഒരു വിഷയമുണ്ട്. ഇപ്പോൾ ഈ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ വിഷയമാണ്. അത് അറിഞ്ഞ് പരിഹരിക്കണം. ഓക്കെ, ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശുക്രൻ അവർക്ക് 6ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഇവർക്ക് വെള്ളിയാഴ്ച ദിവസം രാജയോഗ തുല്യമായ അനുഭവങ്ങൾ ചിങ്ങക്കൂറുകാർക്കാണ് വന്നു ചേരുക. ചിങ്ങക്കൂറുകാർക്ക് അവരുടെ 6ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനും 10ൽ നിൽക്കുന്ന വ്യാഴവും ഒക്കെ അവർക്ക് അനുകൂലമായ ഒരു ധനനേട്ടത്തെ കൊടുക്കുന്ന ഒരു ദിവസമാണ്. അതാണ് ഞാൻ വസുമദ്യോഗം അല്ലെങ്കിൽ ധനനേട്ടം എന്ന് തലക്കെട്ടിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചിങ്ങക്കൂറുകാർക്കാണ് ലഭിക്കുക. അപ്പോൾ ഈ 20-ാം തീയതി ജനിക്കുന്ന കുട്ടികൾക്ക്, മകനക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടം, വസുമദ്യോഗം എന്ന് പറയുന്ന രാജയോഗമുണ്ട്. ധനപരമായ ഒരു നേട്ടത്തെ കൊടുക്കുന്ന രാജയോഗമാണ്. അപ്പോൾ അത് അവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ നാളുകാർക്കിപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം അതിൻ്റേതായ ഗുണം കിട്ടും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഉണ്ടെങ്കിലും ബന്ധുക്കൾ ശത്രുക്കളാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അവരെ അലട്ടുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ സൂക്കറുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേങ്കിൽ ധനപരമായ നേട്ടം അവർക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതുപോലെ തന്നെ ചില നാളുകാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അതായത് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം കാൽ നാളിൽ ചില ആൾക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ
അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകുവാനും സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. ധനപരമായ നേട്ടമാണ് അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത്. തൊഴിൽ ഗുണവും കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട്. ചിലർക്ക് തൊഴിൽ ചെയ്താൽ എത്ര കിട്ടിയാലും തികയാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ മിക്കവാറും പറയുന്ന കാര്യങ്ങളാണ്. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് 5-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്ന ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പോൾ 5-ാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ വളരെ നേട്ടം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അവർ വളരെ ബുദ്ധിപരമായ പ്രവൃത്തി ചെയ്ത് കാര്യവും ചെയ്യുമെന്നാണ്. എല്ലാ കാര്യത്തിലും കഴിവ് തെളിയിക്കും. പിന്നെ ബന്ധുബലവും സമ്പത്തും ഒക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ ഈ ശുക്രനെ പഴന്നു നിൽക്കുന്ന ചൊവ്വ വീക്ഷിക്കുന്നു. അപ്പോൾ അവിടെ ഒരു കലഹത്തിന് സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിയേണ്ടത്. എന്നാൽ ഈ ചൊവ്വയെ ബലവാനാക്കുന്നതും ശുക്രനാണ്. അതായത് നമ്മൾ ഒരാൾക്ക് ഉപകാരം ചെയ്ത് അവരുമായിട്ട് ശത്രുതയിൽ എത്തിച്ചേരുന്നത് പോലെ തന്നെയാണ് ഇങ്ങനെയുള്ള ഗ്രഹസ്ഥിതികളൊക്കെ വരുന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഈ കന്നിക്കൂറുകാർക്ക് 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ അനുകൂലമായ സാഹചര്യത്തെ കൊടുക്കുന്ന ഒരു സമയമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം ദാമ്പത്യ ജീവിതം മെച്ചമാകും, ഭാര്യാഭർത്തൃ ബന്ധമൊക്കെ നല്ല രീതിയിൽ പോകുമെന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. ജ്യോതിഷം പറയുന്നത് 5-ലെ ശുക്രൻ അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ശുക്രനെ വീക്ഷിക്കുന്ന ഗ്രഹം എന്ന് പറയുന്നത് ചൊവ്വയാണ്. ചൊവ്വ കലഹത്തിൻ്റെ നാഥനാണ് ചൊവ്വ. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയും കൂടെ വരുന്നുണ്ട്. ചൊവ്വയുടെ വീക്ഷണം കൊണ്ട് കലഹമുണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞു വേണം ജീവിക്കുവാൻ. പ്രത്യേകിച്ച് 7-ൽ രാഹു നിൽക്കുന്നു. എത്രയും അങ്ങോട്ട് സ്നേഹിക്കാൻ ശ്രമിച്ചാലും അവിടെ തടസ്സം വരുന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങോട്ട് എത്ര സ്നേഹിച്ചാലും ആ സ്നേഹത്തിന് തടസ്സം നിൽക്കുകയാണ് രാഹു. അപ്പോൾ അതൊരു വിഷയമാണ്. അപ്പോൾ അങ്ങനെ പ്രതിസന്ധിയിൽ കൂടിയാണല്ലോ കന്നിക്കൂറുകാർ ഇപ്പോൾ കടന്നു പോവുക. അപ്പം വെള്ളിയാഴ്ച ദിവസം 5-ൽ നിൽക്കുന്ന ശുക്രൻ ഇവർക്ക് കാര്യവിജയത്തെയൊക്കെ കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും അനുകൂലമാക്കി കൊടുക്കുന്ന ഒരു ദിവസമാണ്. പക്ഷെങ്കിൽ ഒരു കലഹത്തിന് സാധ്യതയുണ്ടെന്നുള്ളൊരു കാര്യം എപ്പോഴും ഒരു ഓർമ്മ വേണം. കുടുംബസുഖം ഏറെക്കുറെ ഉണ്ട്. ഓക്കെ, അവർക്ക് തൊഴിൽ ഗുണവും ഏറെക്കുറെ അനുകൂലമായി നിൽക്കുന്നു. പക്ഷേ എങ്കിൽ പോലും എവിടെയൊക്കെ എന്തെല്ലോ പ്രശ്നങ്ങൾ അവരെ തടഞ്ഞു നിർത്തുന്നു. അവരുടെ ജീവിതത്തിൽ ഒരു നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാതെ രാഹു അവരെ തടഞ്ഞു നിർത്തുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രതിസന്ധി അവരിൽ എപ്പോഴും ഉണ്ടെന്നുള്ള കാര്യം അത് ഓർത്തിരിക്കണം. രാഹു അവിടെ നിന്ന് മാറുന്നോണം മതി. ഈ 7-ലെ രാഹുവാണ് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത്. അതുപോലെ തന്നെ 6-ലെ ശനി, 6-ാം ഭാവത്തിൽ ശനി നിന്നാൽ രോഗദുഃഖ ദുരിത പ്രയാസങ്ങളൊന്നും വരത്തില്ലെന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ 6-ലെ ശനി, 6-ാം ഭാവത്തിലെ ശനി ഈ ജാതകർക്ക് ഇപ്പോൾ വലിയ നേട്ടങ്ങളൊന്നും കൊടുക്കുന്നില്ല. 6-ാം ഭാവത്തിൽ പാപഗ്രഹം നിന്നാൽ നല്ലതാണെന്നാണ് പറയുന്നത്. സ്വക്ഷേത്രമായിട്ട് ശനി 6-ൽ നിൽക്കുന്നത് ദോഷം ചെയ്യത്തില്ലെന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാരുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലമായ അനുഭവങ്ങളൊക്കെയാണ്. കാരണം ഒട്ടുമിക്ക ആൾക്കാരും മക്കളാൽ ഭാരപ്പെടുന്നുണ്ട്. അത് ഒരു വിഷയമാണ്. അതായത് ഇവർ 5-ാം ഭാവത്തിൻ്റെ അധിപനാണല്ലോ 6-ൽ നിൽക്കുന്നത്. 5-ാം ഭാവത്തിൻ്റെ അധിപൻ ശനിയാണ്. ആ ശനി 6-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ മക്കളെ കൊണ്ടുള്ള പ്രതിസന്ധികളിൽ ചിലരൊക്കെ കടബാധകളും പ്രശ്നങ്ങളൊക്കെ ആയിത്തീരുന്നുണ്ട്. ചിലരുടെ മക്കളുടെ പണം ഇവരുടെ കടം വീട്ടുവാൻ വേണ്ടി മക്കളുടെ പണമൊക്കെ ഇവർ വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വല്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഈ കന്നിക്കൂറുകാർ കടന്നു പോകുക എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം ഏകദേശം ഏറെക്കുറെ ഒരു അനുകൂലമായ സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക. കന്നിക്കൂറുകാരുടെ കാര്യം പറഞ്ഞാൽ 1 മണിക്കൂറോളം പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി തുലാക്കൂറുകാരുടെ കാര്യം പറയാൻ പോവാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ നാഥൻ വെള്ളിയാഴ്ച ദിവസം അതായത് തുലാക്കൂറിൻ്റെ അധിപനായ ശുക്രൻ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു ദിവസമാണ്. ഇപ്പോൾ ശുക്രൻ 4-ാം ഭാവത്തിൽ നിന്നാൽ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളും മാതാവിൻ്റെ സ്വത്തുവകളൊക്കെ അനുകൂലമാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ സ്വന്തം പരിശ്രമം കൊണ്ട് ജീവിത വിജയം ഉണ്ടാവും എന്നൊക്കെ പറയുന്നു. പക്ഷെങ്കിൽ ഇവർക്കിപ്പോൾ അങ്ങോട്ട് സ്വന്തം പരിശ്രമം കൊണ്ട് പരാജയം സംഭവിക്കുന്ന സമയമാണ്. എന്താണ് കാരണം? ഇവർക്ക് 5-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു, അതുപോലെ തന്നെ അഷ്ടമത്തിൽ വ്യാഴവും നിൽക്കുന്നു. അവരിതുപോലെ ഒരു ചങ്ങലക്കിട്ട ഒരു അനുഭവത്തിലാണ്, തളച്ചിട്ടിരിക്കുന്ന പോലെ ഒരു അനുഭവത്തിൽ. അവന്ന് കയറ് പൊട്ടിച്ചൊന്ന് വെളിയിൽ ചാടാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. പലരും സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള ചതിവിൽ അകപ്പെട്ട് കിടക്കുന്നു. ഇതിനിടയ്ക്ക് സുഹൃത്തുക്കൾ, സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ കിട്ടിയവരുണ്ട്. പക്ഷെങ്കിൽ അതുകൊണ്ട് പൂർണ്ണതയിലെത്താൻ പറ്റാത്തവരുമുണ്ട്. പലരും ചതിവിൽ പെട്ടുകിടക്കുന്നു. ഒട്ടുമിക്ക പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ പ്രേമബന്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. അപ്പം അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അവരിലുണ്ട്. ഇപ്പം അറിയാതെ രജിസ്റ്റർ ചെയ്തവരുണ്ട്,
അല്ലെങ്കിൽ അത് വീട്ടുകാരും നാട്ടുകാരും അറിയാതെ തന്നെ അവർ ഓരോ കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചതിവ് പറ്റി കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാനിത് ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം മുതലേ ഞാൻ പറയുന്നതാണ്. തുലാക്കൂറുകാർക്ക് ചതിവ് പറ്റാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേന ചതിവ് പറ്റാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൺകുട്ടികളെ സംബന്ധിച്ച് സുഹൃത്തുക്കൾ പെൺകുട്ടികളാണെങ്കിൽ ഈ പെൺകുട്ടിക്കും ചതിവ് പറ്റും, ആൺകുട്ടിക്കും പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ പരസ്പരം അവർ തമ്മിൽ ഒളിച്ചോടുന്നവരുണ്ട്, അല്ലാതെ ജീവിക്കുന്നവരുണ്ട്, രജിസ്റ്റർ വിവാഹം ചെയ്യുന്ന ആരും അറിയാതെ രജിസ്റ്റർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്ന സമയമാണ്. അപ്പോൾ അതാണ് ഈ വ്യാഴം അഷ്ടമത്തിൽ വന്നതുകൊണ്ട് നല്ല തൊഴിൽ മേഖലയിൽ ശോഭിച്ചിരുന്നവർ തൊഴിലിടങ്ങളിൽ പരാജയപ്പെട്ടു, അവർക്ക് ധനസ്ഥിതി മോശമായി, അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ നിലനിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം അവർക്ക് സ്വന്തം പരിശ്രമം കൊണ്ട് ധനം നേടാനും മാതാവിൻ്റെ സ്വത്തുവകളൊക്കെ അനുഭവത്തിൽ വരാനും സാധ്യതയുള്ള ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഉദ്യോഗത്തിൽ ഉയർച്ചയ്ക്കും ഒക്കെ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പക്ഷേങ്കിൽ ഈ പറഞ്ഞ ഗുണഗണങ്ങൾ എല്ലാം ശുക്രൻ സ്വക്ഷേത്രത്തിൽ നിന്നാലേ കിട്ടുകയുള്ളൂ. പക്ഷേങ്കിൽ ഇപ്പോൾ ശുക്രൻ ഈ മകരൻ രാശിയിൽ കൂടി പോകുന്നതുകൊണ്ട് ഇതിൽ ഇത്ര കാര്യമായിട്ടൊന്നും അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത്. മകരൻ രാശിയിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുമ്പോൾ പ്രത്യേകിച്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ശുക്രനെ ഈ ചൊവ്വ വീക്ഷിക്കുന്നതുകൊണ്ട് കലഹം ഉണ്ടാകുവാനും സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വ്യത്യസ്തമായ അനുഭവത്തിലായിരിക്കും, അനുഭവങ്ങളായിട്ടായിരിക്കും ഓരോരുത്തർക്കും വന്നു ചേരുക എന്നുള്ളത് പ്രത്യേകം പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ജനിച്ച സമയത്ത് ശുക്രനൊക്കെ എങ്ങനെയാണ് നിൽക്കുന്നതെന്നനുസരിച്ചായിരിക്കും ഇതിൻ്റെയൊക്കെ ഫലം വരിക. പ്രത്യേകിച്ച് ഇവർക്ക് ഈ നാളുകാരെ സംബന്ധിച്ച് 5-ലെ ഈ ശനിയും അഷ്ടമത്തിലെ വ്യാഴവും ദോഷം ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്രകാരം എല്ലാവർക്കും വന്നു ചേരുമെന്ന് പറയാൻ പറ്റത്തില്ല. പൊതുവായിട്ട് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുക: 4-ലെ ശുക്രൻ നേട്ടത്തെ കൊടുക്കും, വീട്, വസ്തു, വാഹനം, ഭൂമിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടത്തെ കൊടുക്കും, മാതൃഗുണം കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപോലെ വന്നു ചേരണമെന്നില്ല. കാരണം 5-ലെ ശനി പിടിമുറുക്കുന്നവരാണെങ്കിൽ അവർക്ക് കിട്ടണമെന്നില്ല, അഷ്ടമത്തിലെ വ്യാഴം പിടിമുറുക്കുന്നവരാണെങ്കിൽ അവർക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കണം. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാലാൻഡ്യം കേട്ട നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശുക്രൻ 3-ാം ഭാവത്തിൽ നിൽക്കുന്നൊരു ദിവസമാണ്. നല്ല മനസ്സും നല്ല ആശയങ്ങളും നല്ല രീതിയിൽ മറ്റുള്ളവരെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നൊരു ദിവസമാണ്. പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പക്ഷെങ്കിൽ മകരൻ രാശിയിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുമ്പോൾ വലിയ ധനനേട്ടമൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നുള്ള കാര്യം കൂടി ജ്യോതിഷം പറയുന്നുണ്ട്. 3-ൽ ശുക്രൻ നിന്നാൽ ധനനേട്ടം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. പക്ഷെങ്കിൽ നിൽക്കുന്ന സ്ഥാനം മകരൻ രാശിയാണ്. അപ്പം മകരൻ രാശിയിൽ കൂടി ശുക്രൻ പോകുമ്പോൾ വലിയ ധനനേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഒരു ഗ്രഹം നിൽക്കുന്ന സ്ഥാനമാണ്, കേന്ദ്രസ്ഥാനമാണോ ത്രികോണ സ്ഥാനമാണെന്നൊക്കെ നോക്കിയാണ് പറയുന്നത്. പക്ഷേ അത് ഏത് രാശിയിലാണ് നിൽക്കുന്നത് അറിയുമ്പം ചിലപ്പം അപ്പോൾ അവിടെ ഇപ്പം നമ്മളൊരു ഉദാഹരണം പറയുമല്ലോ, എനിക്കൊരു സുഹൃത്തുണ്ട്, ആ സുഹൃത്ത് മുഖേന എനിക്ക് വളരെ നേട്ടം ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഏത് സുഹൃത്താ? ഇന്നോടത്ത് ഇന്ന സുഹൃത്ത്, അയ്യോ അവനാണോ, അവൻ നിന്നെ പറ്റിച്ചുകൊണ്ട് പോകത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഗ്രഹങ്ങൾ ഒരു രാശിയിൽ നിൽക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല. 2-ൽ സൂര്യൻ നിൽക്കുന്നു. പിതാവ് മുഖേന തൊഴിൽ മുഖേന ധനം വന്നു ചേരുമെങ്കിലും കുടുംബസുഖമോ ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല. അതുപോലെ തന്നെ ഇവർക്ക് ചന്ദ്രനാകട്ടെ അവരുടെ തൊഴിൽ ഭാവത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് ഏറെക്കുറെ തൊഴിൽ ഗുണം അവർക്ക് അനുകൂലമാണ്. അപ്പോൾ ദാമ്പത്യ ജീവിതവും കുടുംബസുഖമൊക്കെ അനുകൂലമാണ്. പക്ഷെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഒരു കാര്യവും നടക്കാത്തൊരു സാഹചര്യമുണ്ട്. അത് ഇവർക്ക് വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനൻ രാശിയിൽ ഈ രാഹു നിൽക്കുന്നു. ഇവരുടെ എല്ലാ കാര്യങ്ങളും തടസ്സം സൃഷ്ടിക്കുന്നു. വിവാഹ കാര്യങ്ങളാണെങ്കിലും ജോലി കാര്യങ്ങളും വിദേശത്ത് പോകുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും. ഇപ്പോൾ 7-ൽ വ്യാഴം നിന്നാൽ ഒരു ജാതകനെ സംബന്ധിച്ച് വിദേശത്ത് ജോലിക്ക് പോകണം, വിവാഹം നടക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കേണ്ടതാണ്. ഒരുപാട് ഭാഗ്യമായ അനുഭവങ്ങൾ ഉണ്ടാകേണ്ടതാണ്. പക്ഷേങ്കിൽ ഈ രാഹു 5-ലെ രാഹു ഇതിന് തടസ്സം സൃഷ്ടിക്കുന്നു, കാര്യ തടസ്സമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് വൃശ്ചികക്കൂറുകാർക്ക് ഒട്ടുപേർക്ക് ആൾക്കാർക്കും പ്രതിസന്ധി ഉള്ളതെന്ന് മനസ്സിലാക്കുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാടം, ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൽ സൂര്യനാണ് നിൽക്കുന്നത്. സൂര്യൻ ജന്മഭാവത്തിൽ നിന്നാൽ കലഹം ഉണ്ടാകും, ദൈവാധീനക്കുറവൊക്കെ അനുഭവപ്പെടുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ സ്ത്രീകൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ, ധനപരമായ നേട്ടം ഒക്കെ ഇവർക്ക് കുടുംബത്തിൽ കൊടുക്കുന്ന ഒരു ദിവസം കൂടിയാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ 3-ൽ നിൽക്കുന്ന ശനി സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കുന്നു. 4-ലെ രാഹു പല കാര്യങ്ങളിലും വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തടസ്സത്തെ കൊടുക്കുന്ന ഒരു സമയം
കൂടിയാണ്. അതുപോലെ തന്നെ ഇവർക്ക് 6-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട്. രോഗദുഃഖ ദുരിത പ്രയാസങ്ങളിൽ ഭാരപ്പെടാതെ, ശത്രുതകളാൽ ഭാരപ്പെടാതെ, കടബാധകളാൽ ഭാരപ്പെടാതെ ആശ്വാസം അനുഭവിക്കാൻ കഴിയുന്നൊരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ ഇവർക്ക് അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുന്ന ഒരു സാഹചര്യമുള്ളതുകൊണ്ട് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യം കൂടിയാണെന്നുള്ളതും മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇവർക്ക് 12-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു. അതും അത്ര നല്ലതല്ല. തൊഴിൽപരമായുള്ള പരാജയങ്ങളൊക്കെ അനുഭവിക്കുന്നൊരു സമയമാണ്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഇവർക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമായ സാഹചര്യം എന്ന് പറയുന്നത് ശുക്രൻ നൽകുന്ന കുടുംബത്തിൻ്റെ സുഖം, കുടുംബത്തിൻ്റെ നേട്ടം, ധനപരമായ നേട്ടം, കുടുംബസുഖം വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇപ്രകാരമുള്ള അനുഭവങ്ങളാണ് കൂടുതലായിട്ടും ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും തൊഴിൽ പ്രശ്നങ്ങളും ഇവരെ അലട്ടുന്നൊരു സമയം കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ കലാകാരന്മാരെയൊക്കെ ശോഭിപ്പിക്കുന്നൊരു ദിവസമാണ്. കലാപരമായ മേഖലയിൽ അവർക്ക് ശോഭിക്കാൻ പറ്റുന്നൊരു ദിവസമാണ്. സാഹിത്യകാരന്മാർക്ക് ശോഭിക്കാൻ പറ്റുന്നൊരു ദിവസമാണ്. ഒട്ടുമിക്ക ആൾക്കാരും പ്രേമബന്ധങ്ങളിൽ അകപ്പെടുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള ദിവസമാണ്. കാമദേവനെ പോലെ ശോഭിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ പുരുഷ ജാതകർ എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കീർത്തിയും സമ്പത്തും ഒക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. തൊഴിൽഗുണമൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ചിലരുടെ ജീവിതത്തിൽ തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊരു സമയമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടം 2 പാദം, ചതയം, പുരുട്ടാതി, മുക്കാൽ നാളുകാർക്ക് അവരുടെ ജന്മഭാവത്തിൽ ശനി നിൽക്കുന്നുണ്ട്. പലർക്കും ജന്മശനിയുടേതായിട്ടുള്ള ദോഷവശങ്ങളൊക്കെ അവർ അനുഭവിക്കുന്നുണ്ടെങ്കിലും വെള്ളിയാഴ്ച ദിവസം 12-ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ബന്ധുക്കളാൽ ഉള്ള ശത്രുതയൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ബന്ധുക്കൾ തമ്മിൽ അല്ലെങ്കിൽ അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിനോ പിണക്കത്തിനോ കലഹത്തിനോ ഒക്കെ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാലും മറ്റു കാര്യങ്ങളിൽ അവർക്ക് നേട്ടമാണ് കൊടുക്കുക. ധനം, സുഖം, കുടുംബജീവിതം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായ സാഹചര്യത്തെ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. ചിലരുടെ ജീവിതത്തിൽ ഇത് ഉയർച്ച താഴ്ചകളിൽ കൂടി കടന്നു പോകും എന്നുള്ളതും മനസ്സിലാക്കുക. തൊഴിൽ ഗുണമുണ്ട്, കുടുംബസുഖമുണ്ട്, വീട്, വസ്തുവാഹനം, ഭൂമി എന്ന സംബന്ധിച്ചുള്ള നേട്ടങ്ങളുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമായ സാഹചര്യത്തെ കൊടുക്കുന്നു. അപ്പോൾ അവരുടെ ദാമ്പത്യ ജീവിതം, വിജയം എല്ലാം കൊടുക്കുന്നു. പക്ഷെങ്കിൽ ബന്ധുക്കളുമായിട്ടുള്ള അകൽച്ചയ്ക്കോ ഒരു അഭിപ്രായ വ്യത്യാസത്തിനോ ശത്രുതയ്ക്കോ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതി, തുർത്താതി, രേവതി നാളുകാരെ സംബന്ധിച്ച് അവർക്ക് 11-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്ന ഒരു ദിവസമാണ്. മീനക്കൂറുകാർക്ക് 11-ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശുക്രൻ ഇവർക്ക് ബഹുമതിയും അംഗീകാരവും ഒക്കെ കൊടുക്കുന്ന ഒരു ദിവസമാണ്. സൽഗുണ സമ്പന്നനെ പോലെ ശോഭിക്കുന്ന ദിവസമാണ്. പലരും നർമ്മങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷം അനുഭവിക്കുന്നവരാണ്. അപ്പോൾ ഇവർക്ക് കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമുണ്ട്, കാര്യവിജയമുണ്ട്. പക്ഷെങ്കിൽ പുത്ര ദുഃഖം അനുഭവിക്കാനുള്ള സാധ്യത ഇവർക്കുണ്ട്. ദാമ്പത്യ ജീവിതവും അതും ഭാര്യ ഭർത്താവ് മുഖേനയുള്ള ഭാഗ്യമായ അനുഭവങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസം കൂടിയാണ്. അങ്ങനെ എല്ലാ വിധത്തിലുള്ള നേട്ടങ്ങളും ഇവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് മീനക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ കുടുംബസുഖം, ധനപരമായ നേട്ടം, കാര്യവിജയം, തൊഴിൽ ഗുണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ്. ചിലരുടെ ജീവിതത്തിൽ തൊഴിൽ പ്രതിസന്ധി ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം 10-ാം ഭാവത്തിൻ്റെ അധിപൻ ഇവരുടെ ഈ 10-ാം ഭാവത്തിൻ്റെ അധിപൻ എന്ന് പറഞ്ഞാൽ വ്യാഴമാണ്. വ്യാഴത്തിന് കേന്ദ്രാധിപത്യം ഉള്ളതുകൊണ്ട് ചിലരുടെ ജീവിതത്തിൽ തൊഴിൽ പ്രതിസന്ധി ഉണ്ടാകും. തന്നെയല്ല, അത് 3-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അവർക്ക് കടമൊക്കെ വാങ്ങിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ ചിലരൊക്കെ രോഗദുഃഖ ദുരിത പ്രയാസങ്ങളാൽ ഭാരപ്പെടും. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. അതുപോലെ പ്രിയമുള്ളവരെ, ഡിസംബർ മാസം 31-ാം തീയതി നടക്കുന്ന സർവേശ്വര്യ പൂജയിൽ പങ്കുചേരുവാൻ മനസ്സ് കാണിക്കണമേ എന്ന് ഞാൻ പ്രിയപ്പെട്ടവരോട് അപേക്ഷിക്കുകയാണ്. ഞാൻ ആവശ്യപ്പെടുന്നത് മഹാദേവൻ പ്രവർത്തിക്കുന്നവരോട് മാത്രമാണ്. മഹാദേവൻ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ സർവേശ്വര പൂജയ്ക്ക് ചേരണമെന്ന് മഹാദേവൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും പങ്കുചേരുക. കാരണം മഹാദേവൻ്റെ നാമത്തിലാണ് പ്രിയപ്പെട്ടവർക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈ 2025 വർഷം പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നാലും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നേറുവാനുള്ള ശക്തി നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും മഹാദേവ സന്നിധിയിൽ പൂജ ചെയ്ത് പ്രാർത്ഥിക്കുന്നതാണ്. വിശ്വാസമുള്ളവർ പങ്കുചേരുക. 2025 ഡിസംബർ മാസം 31-ാം തീയതി വീണ്ടും നമുക്ക് പൂർവാധികം ശക്തിയോടുകൂടി ഇതിൻ്റെ ഇരട്ടി മഹത്വത്തോടുകൂടി മഹാദേവനെ നമുക്ക് പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു നേട്ടമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കി താല്പര്യമുള്ളവർക്ക് പങ്കുചേരണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. പലരും പലവിധമായ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നവരാണ്. രോഗത്താൽ, ധനപരമായ വിഷയത്താൽ, ദാമ്പത്യ പ്രശ്നങ്ങളാൽ, മക്കളുടെ കാര്യം ഓർത്ത് പ്രയാസപ്പെടുന്നവരുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികളിൽ കടന്നു പോകുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി എല്ലാം മഹാദേവൻ്റെ ആശ്വാസം അവരിലെല്ലാം വന്നു ചേരുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം പൂർണ്ണമത ഓം പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. മഹാദേവൻ്റെ ശാന്തിയും സമാധാനവും എല്ലാ പ്രിയപ്പെട്ടവരിലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.